തലയിൽ പ്ലാസ്റ്റിക് പാത്രം കുടുങ്ങി ദുരിതത്തിലായ തെരുവു നായയ്ക്ക് രക്ഷകരായി ജനകീയ ദുരന്ത നിവാരണ സേന. കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്നാണ് ഈ കാരുണ്യത്തിന്റെ കാഴ്ച. വെള്ളം കുടിക്കാനായി തലയിട്ടതാണ്, പക്ഷേ പാവം കുടുങ്ങിപ്പോയി. ഈ തെരുവു നായയുടെ തലയിൽ 3 ദിവസമായി പ്ലാസ്റ്റിക് പാത്രം കുടുങ്ങിയിട്ട്. റിവർ റോഡിലും പോലീസ് സ്റ്റേഷൻ പരിസരത്തും ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും കഴിയാതെ ഓടി നടക്കുകയായിരുന്നു. ശ്രദ്ധയിൽപ്പെട്ട പലരും രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നായയെ പിടികൂടാനായില്ല. ഒടുവിൽ കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേന ചെയർമാൻ ബഷീർ നരയങ്കോടനും കൂട്ടുകാരുമാണ് തെരുവു നായയ്ക്ക് രക്ഷകരായത്. പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബ കുടുങ്ങിയിട്ട് അതിന് ഭക്ഷണം കഴിക്കാണ്ട് വെള്ളവും കുടിക്കാണ്ട് റെഡിക്ക് ശ്വാസം വരെ കിട്ടുന്നില്ല, അത്രയും കുടുങ്ങിയിട്ടാണുള്ളത്. 3-4 ദിവസമായിട്ട് ഇങ്ങനെ ഉള്ളത് ഞങ്ങളുടെ വിവരം കുറ്റ്യാടി നാട്ടുകാരെ അറിയിച്ചവർ കൂടിയിട്ട് ഞങ്ങൾ ഇന്ന് കാലത്താണ് അതിൻ്റെ ഒരു ഫോട്ടോ വീഡിയോ കിട്ടിയത്. അതിനുശേഷം നമ്മൾ തെരച്ചിൽ നടത്തി ഇന്ന് കുറ്റ്യാടിയിൽ നിന്ന് തന്നെ കിട്ടി. പിടിച്ചതിന് ശേഷം അതിൻ്റെ പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കി. ഹൈസ്കൂൾ റോഡിൽ വെച്ച് അതിസാഹസികമായി നായയെ പിടികൂടി. പ്ലാസ്റ്റിക് പാത്രം മുറിച്ച് നായയെ സ്വതന്ത്രമാക്കി. OT കുഞ്ഞബ്ദുള്ള, ശശി ഊരത്ത്, കോയ ബഷീർ എന്നിവരടങ്ങുന്ന സംഘമാണ് തെരുവു നായയെ രക്ഷപ്പെടുത്തിയത്. ഒരു മിണ്ടാപ്രാണിക്ക് പുതുജീവൻ നൽകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേന. 24 കോഴിക്കോട്.